വിളവെടുപ്പിനൊരുങ്ങിയ പൊയ്നാച്ചിയിലെ തണ്ണിമത്തൻ പാടത്തിന്റെ വിശാലമായ കാഴ്ച മനസ്സിൽ കുളിർമയും മധുരവും സമ്മാനിക്കുന്നതാണ്. യുവ കർഷകയായ ശ്രീവിദ്യയുടെ തണ്ണിമത്തൻ തോട്ടം ആരെയും ആകർഷിക്കും. കാണാം വേനലിനിടയിൽ കുളിർമ പകരുന്ന കാഴ്ച. വിളവെടുപ്പിനൊരുങ്ങിയ പൊയ്നാച്ചിയിലെ തണ്ണിമത്തൻ പാടത്തിന്റെ വിശാലമായ കാഴ്ച മനസ്സിൽ കുളിർമയും മധുരവും സമ്മാനിക്കുകയാണ്. ഇവിടെ എത്തിയാൽ ആവശ്യക്കാർക്ക് യുവകർഷകയായ ശ്രീവിദ്യയെ സമീപിച്ച് പാടത്തു നിന്ന് നേരിട്ട് തണ്ണിമത്തൻ ശേഖരിക്കാം. വേനൽ ചൂടിന്റെ തളർച്ചയകറ്റാൻ പാടശേഖരത്തിൽ വെച്ച് തന്നെ തണ്ണിമത്തൻ മുറിച്ച് കഴിക്കുകയും ചെയ്യാം. ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കടുത്ത ചൂടിനിടയിലും തണ്ണിമത്തൻ കൃഷി വിജയകരമാക്കിയതിന്റെ സന്തോഷത്തിലാണ് 4 വർഷം മുൻപ് സംസ്ഥാന സർക്കാരിന്റെ യുവകർഷക അവാർഡ് നേടിയ ശ്രീവിദ്യ. ഞാനിവിടെ 1 ഏക്കർ സ്ഥലത്താണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത്. 2 മാസം ഏകദേശം ആവാനായി. അപ്പം വിളവെടുക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പം റംസാന് ആ ഒരു വിപണി ലക്ഷ്യമാക്കിയിട്ടാണ് ഞാനിവിടെ വിത്തിട്ടത്. ഏകദേശം ഒരു 5 ടണ്ണിനോളം വിളവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല വിലയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് 4 വെറൈറ്റിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുക്കാസ ഇനം, അതേപോലെ ആരോഹി, ഓറഞ്ച് മഞ്ച്, വിശാല, യെല്ലോ മഞ്ച്, അങ്ങനെ പല തരത്തിലുള്ള പല കളറിലുള്ള തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. ബേഡെടുക്ക സ്വദേശിനിയായ യുവ കർഷക ബേഡകത്തും ചെമ്മനാട് ഗ്രാമത്തിലെ പൊയ്നാച്ചിയിലും ഒരേ സമയം തണ്ണിമത്തൻ കൃഷി ചെയ്തു വരികയാണ്. റംസാൻ വിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷി ജനുവരി മാസത്തിലാണ് തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.